എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ, തിരുവനന്തപുരത്ത് 4 BHK ലക്ഷറി ഹോം നോക്കുന്നവർക്കാണെങ്കിൽ അനുയോജ്യമായ ഒരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. നമ്മുടെ തമ്പാനൂർ സെൻറ്ററിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്നും നമ്മുടെ മങ്കാട്ടടവ് പെരിയാവിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് ഏകദേശം 20 വീടുകളോട് ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വില്ലയ്ക്കത്തുള്ള 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. വില്ലയ്ക്കത്ത് വരുന്ന റോഡ് നമുക്ക് 5 മീറ്റർ 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. വില്ലയ്ക്കത്ത് വരുന്ന റോഡ് ഫുള്ള് നമുക്ക് ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്, ഡോർ വന്നിട്ട് നമുക്ക് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ മുറ്റത്തെ മതിലിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക്, നമുക്ക് ഈ ടെസ്റ്റർ വർക്കിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ ഗ്ലാഡിങ്ങിൽ ക്ലിയർ അടിക്കാനുണ്ട്. നമ്മുടെ ഗാർഡൻ വർക്കൊന്നും ഫിനിഷ് ആയിട്ടില്ല, ഗേറ്റ് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് മാത്രം, നമ്മുടെ ഹൗസ് സൈഡ് പെയിൻറ്റിങ് മാത്രം നമുക്ക് പെൻഡിങ് കിടക്കണേ. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. വീടിൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഹൗസ് സൈഡ് മതിൽ മൊത്തം നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്. വീടിൻ്റെ മോഡൽ വന്നിട്ട് നമുക്ക് കണ്ടംപററി ഡിസൈനിലാണ് നമ്മൾ വീടിൻ്റെ മോഡൽ ചെയ്തിട്ടുള്ളത്. വീട്ടിലെ കാർ പാർക്കിംഗ് ഏരിയ വന്നിട്ട് വീടിനോട് ചേർന്ന് ഒരു ഇൻബിൽഡ് കാർ പോർച്ച് വരുന്നുണ്ട്. വലിയൊരു ഇന്നോവ കാർ വരെ, നമുക്ക് എത്ര വലിയ കാർ ആണെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു കാർ പോർച്ചാണ് വീട്ടിൽ വരുന്നത്. അഡീഷണൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ഈ കാണുന്ന ഒരു സ്പേസിലും നമുക്കൊരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ള. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വുഡ് ഫുള്ളും വന്നിട്ട് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് വരുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിലും വരുന്നുണ്ട്. നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ്. 4 വലിയ ബെഡ്റൂമോട് കൂടിയ വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീട്ടിലെ കുടിവെള്ളം നമുക്ക് കിണറും വരുന്നുണ്ട്, നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗ് നമ്മൾ സ്പോൾ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് വടക്ക് ദർശനത്തിനാണ്. ഡോർ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ്. നമുക്കിവിടെ അടുക്കളയും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിഴക്ക് ദർശനത്തിന് കത്തിക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല വാസ്തു ബേസ്ഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് വെച്ചിട്ടുള്ളത്. 4 സീലിംഗ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് 2 വലിയ ഓപ്പൺ വിൻഡോ വരുന്നുണ്ട്. വുഡ് ഫുള്ളും വന്നിട്ട് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് വരുന്നത്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 ഫ്ലോർ ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ്റ്റ് വർക്കും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് നമുക്കൊരു വാഷ് ബേസ് വരുന്നുണ്ട്. വാഷ് ബേസിലെ ഫിറ്റിങ്സ് ഫുൾ വരുന്നത് നമുക്ക് ജാഗുറാണ്. ഇവിടെ നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ അടിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിലെല്ലാം തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വാൾ ഫാനും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 3 ഫേസാണ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് നമ്മുടെ ലീ ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. CCTVയുടെ പോയിന്റ്, ഹൗസ് സൈഡ് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോളാർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പാളിയുടെ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈറ്റ്, സ്പോൾ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂമാണ്. 12x13 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമും, മൊത്തം അങ്ങനെ നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്തൊരു നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ബെഡ്റൂമിലോട്ട് പോകുന്ന ഈ കാണുന്ന ചുവരിൽ നമുക്ക് ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്തെ ഡോറുകളെല്ലാം തന്നെ പോളിഷാണ് ചെയ്തിട്ടുള്ള, മാറ്റ് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ സീലിംഗിൽ നമുക്ക് സ്പോൾ ലൈറ്റും വരുന്നുണ്ട്.
ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല ക്വാളിറ്റി ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. നല്ല അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലുകളാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിലോട്ട് വരുന്ന ഈ സൈഡിൽ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വല്ല ഫോട്ടോസോ ഫ്ലവേഴ്സോ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടീഷനാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ലുക്കിൽ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി ഈ കാണുന്ന ഓപ്ഷനിലാണ് നമ്മുടെ പോയിന്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ വലിയൊരു ഹോബ് വരുന്നുണ്ട്. നമുക്ക് വേർപൂളിൻ്റെ ഗ്യാസ് സ്റ്റൗവും വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം തന്നെ വന്നിട്ട് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് നമ്മുടെ കിച്ചണിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് അടുത്ത നമുക്ക് ബാക്ക് സൈഡിലെ വർക്ക് ഏരിയ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. വീട്ടിൽ നമുക്ക് ഓപ്പൺ കിച്ചണാണ്ട് അകത്ത് വെച്ച് നമുക്ക് ഫിഷ് കട്ടിങ് ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല. അതിനുവേണ്ടി മാത്രമാണ് ഈ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനോ ഫിഷ് കട്ട് ചെയ്യാനോ മീറ്റ് കട്ടിങ്ങിനൊക്കെ വേണ്ടിയാണ് നമുക്ക് ഈ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിലും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് കിണറും വരുന്നത്, ലൈൻ കണക്ഷനും വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നത് സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നല്ല വുഡിൻ്റെ ഡിസൈൻ വന്ന ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്കും വുഡിൻ്റെ ഡിസൈനുമാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സെൻറ്റർ ചെവലിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു പർഹോളയും വരുന്നുണ്ട്. വലിയൊരു തൂക്ക് ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. ഫോർ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഫോർ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. വീട്ടിൻ്റെ അകസൈഡ് ഇൻറ്റീരിയർ വർക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്കിലൊക്കെ നമുക്ക് നല്ല വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം തന്നെ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് അകത്തെ ഡോറുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ മാറ്റ് ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് സെയിം നേരത്തെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് നമ്മുടെ തമ്പാനൂർ സെൻറ്റർ വരെ പോകാൻ വേണ്ടി 8 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഏകദേശം 20 വീടുകളോട് ചേർന്ന് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഇവിടെയുള്ള 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മാറ്റ് ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ള. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വാഷ്റൂമാണ് വരുന്നത്.
ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയ വാഷ്റൂമാണ് വരുന്നത്. ഈ വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഫുൾ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ മാറ്റ് ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഇവിടുത്തെ ഡോറ് നമുക്ക് തേക്കാണ്. ഇത് നമ്മുടെ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ടൈലൊക്കെ വന്നിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന ഗ്രില്ല് ഫുള്ള് നമുക്ക് ജിയോ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റീലിലാണ്. ഇവിടെ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട്. ബാൽക്കണിയുടെ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ്. വലിയൊരു ടെറസാണ് വരുന്നത്. വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെയും ഒന്ന് നമ്മുടെ കിണറിൻ്റെയും. ടെറസിലിപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. മഴ കാരണമാണ് നമ്മൾ ടെറസിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യാത്തത്. വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുക്കുന്നതാണ്. ടെറസിൽ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വ്യൂ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് സിറ്റിയിലോട്ടുള്ള ഏകദേശപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സന്ധ്യയ്ക്കൊക്കെ ഇത്തിരി വ്യൂ കണ്ട് 2 ലാർജൊക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് കഴിഞ്ഞ് പെരുകാവിലാണ് വീട് വരുന്നത്. വീടിരിക്കുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ്. 4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് നമുക്ക് വടക്ക് ദർശനമാണ്. ഡോർ ഫേസ് ചെയ്യുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിലാണ്. വാസ്തു ബേസ്ഡായിട്ടാണ് വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കാൻ കിഴക്ക് ദർശനത്തിൽ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്ക് 8 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിലെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിരിക്കുന്നത് നല്ല നിരന്ന ഫ്ലോട്ടിലാണ്. നല്ല ഉറച്ച മണ്ണിലാണ് വീടിരിക്കുന്നത്. വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. വീട് വാങ്ങാനോ കാണാനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇട്ടണം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.